അപ്പോൾ ഇന്ന് നമുക്കുള്ളത് ഒന്നല്ല 2 സെന്ന് പ്ലസ് ഒരു ഇറ്റിയോസ്. അപ്പോൾ ഈ ഇറ്റിയോസിലും ഈ സെന്നിലും ഓയിൽ ചേഞ്ചും ഉണ്ട്. നമുക്ക് അതിൽ ഒരു എക്സോസ്റ്റ് വർക്കും ഉണ്ട് കേട്ടോ. നമ്മൾ ജുബാദിൻ്റെ വണ്ടി തന്നെയാണ് അത്. ജുബാദുണ്ട്, ജസീം ഇതോടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇത് എറ്റിയോസ്, ഇത് നാസി ഇവനെ അറിയാമല്ലോ. ഇത് ഈ എറ്റിയോസിൻ്റെ ഓണറാണ് കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ ഇത് കമലിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി മൈനറാണ്, ജുബാദിൻ്റെ അതേപോലത്തെ മൈനർ വണ്ടിയാണ്. ജുബാദും ഉണ്ട്. ജുബാദിൻ്റെ വണ്ടിക്കാണ് നമുക്ക് എക്സോസ്റ്റ് വർക്കുള്ളത്. ജുബാദ് ഏത് എക്സോസ്റ്റിൽ ചെയ്യണം പറയലയാ, പറഞ്ഞിട്ട് പോടേ. ഏത് എക്സോസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് പറടാ, നീ പറ. ഏത് പറ, നിനക്കറിയോ? നീ അല്ലേ ചെയ്യണമെന്ന് പറഞ്ഞ പറ. ബാൽബട്രോണിക്കാ? ബാൽബട്രോണിക് എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കണം. നിന്നെ വിറ്റ് പൈസ നീ ആര് ചരക്കാ? എന്നാ സാരി എടുത്ത് ഇറങ്ങ്. കയറൂലടാ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ വണ്ടിയിൽ ഫ്ലഷ് ഒഴിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് സമയമായി. ഫാൻ ഓഫ്, റേഡിയേറ്റർ ഫാൻ ഓൺ ആയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ ചേഞ്ച് ചെയ്യണം. വേറെ ഒന്നുമില്ല. ബാക്കി ബ്രേക്കും കാര്യങ്ങളെല്ലാം കലേശയുടെ ചെക്ക് ചെയ്ത് വിട്ടതാണ്. ഇപ്പോൾ കലേശയുടെ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനും ജെസ്സിയും കൂടെ മാറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫ്ലഷ് ഒഴിച്ച് നിർത്തി ഇപ്പം റേഡിയേറ്റർ ഓഫ് ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. ആ ടൈമിൽ ഈ വണ്ടിയിൽ ഓയിൽ മാറണം. അപ്പോൾ ഓൾറെഡി അണ്ണ അടി കയറിയിട്ടുണ്ട് ഓയിൽ റേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വണ്ടി എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്ലഗ് അഡാപ്റ്ററും കൂടെ ഇളക്കി നോക്കണം എന്നാണ് അവസ്ഥ എന്നുള്ളത്. ഒന്ന് 2 3 3 4 ഇതെവിടെ ഓക്കെ. കുരുങ്ങൂല. അല്ല വീഡിയോ ഉണ്ടോ? വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേടിക്കണ്ട, വെയിറ്റ് ചെയ്ത് നോക്കാം. ബെനിൻ ചേട്ടനും ഉണ്ട്, നമ്മളെ വെള്ളിയ അണ്ണനുണ്ട്. അണ്ണൻ എൻ്റെ ഇത് പനി അടിച്ചെന്നാണ് പറയാതെ പറയണം. ബെനിൻ ചേട്ടൻ എന്താ പേടി? ഈ വണ്ടി ഇതിൻ്റെ എണ്ണ വേഗം വന്നേ. ഇത് പെയിൻറ്റിങ് കഴിഞ്ഞാൽ എൻ്റെ റണ്ണിങ് ബോർഡ് മാത്രമേ ഉള്ളായിരുന്നല്ലേ. നമ്മുടെ സോനിയാറിൻ്റെ വണ്ടിയുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫ്ലോറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെ പീസ് മേടിച്ചിട്ടില്ല. അണ്ണൻ തന്നെ എല്ലാ പീസും ബെൻഡ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി ഇതുപോലെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് ഇട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതാ ഇനി ഇവിടുത്തെ ഈ ചെറിയ പീസുകളുണ്ട്, എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സീറ്റിൻ്റെ ബോൾട്ട് എല്ലാം പോയി. നമ്മൾ പ്ലഗ് മാറാണ്. ടൊയോട്ടയുടെ പ്ലഗ് ആണ് കേട്ടോ. എൻജിക്ക് അല്ലേ ഇത്? എൻജിക്ക് ടൊയോട്ടയുടെ പ്ലഗ് ആണ്. എവിടെയെങ്കിലും ഇറങ്ങിയാ പോരെ. എന്താണ് ചൂടിനെ പറ്റി പറയുന്നത്? അടിപൊളി ചൂട്. അതിൻ്റെ കൂടെ വയ്യ, പനി, ജലദോഷവും ഇതാണ് അവസ്ഥ. ഇളുക്കല് അവസ്ഥ. ഈ പ്ലഗ് റേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഓവർ റേറ്റ് ചെയ്യാൻ നോക്കി വേണം. ഒരു മീഡിയം റേറ്റിൽ ചെയ്യാവില്ലെങ്കിൽ കാരണം എഞ്ചിൻ്റെ ഹെഡെല്ലാം ഇളക്കി ലേറ്റ് കൊണ്ട് എല്ലാം വർക്ക് ചെയ്ത് സ്നാക്സാക്കി മെഷീനാവും. ഇനി അടുത്ത ഓയിലാ? അടുത്ത ഓയിൽ കുഴപ്പമില്ല, നക്കി നോക്കാം. എവിടെ അവിടെ ഇട്. പുതിയ പഴയ ഞാനിപ്പോൾ കൈ കൊണ്ട് ഒറ്റാകത്തിട്ട് എന്നെ തന്നെ കിട്ടിയ പണി ഉറപ്പാണ്. കൺഫേം. വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ എന്നൊന്നും പറയരുത്, ഞാൻ ഉത്തരവാദിയല്ല. എല്ലാ ബസ്സിന്റെ തലയില് ചെറുക്ക മര്യാദക്ക് ഷോറൂമിൽ കൊണ്ട് വണ്ടി വേണം. കണ്ണന്റെ ആവട്ടെ കൊണ്ടുവന്നല്ലേ. ഇനി മൈലേജ് കൂടാ.
കടവ് കൈ വെച്ചിട്ടുണ്ടോ? മൈലേജ് വണ്ടി എഞ്ചി നീ ഇവിടെ സ്റ്റാർട്ടാവും ഊരി പിന്നെ എഞ്ചിൻ ഇറങ്ങി പോകും. നെഞ്ചെടുത്ത് കത്തിയിരിക്കും അത് കേൾക്കുമ്പോ. അറബി പറടാ എന്താ കളിയാ വണ്ടി തണലത്തിട്ടാ എല്ലാരും നിന്നെ വേണമെന്ന് കളിയാ പറയണം. എന്ത് ചെയ്യാൻ പറ്റും? നീ എവിടെ പോകണം കളി? നീ ഇങ്ങനെ പേടിച്ച് ഓർമ്മ ഇങ്ങോട്ട് വേണം. അപ്പോൾ ജുബാദിൻ്റെ വണ്ടിയിൽ നമ്മളൊരു ഇലക്ട്രോണിക് മീൻസ് നമ്മളെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഇലക്ട്രോണിക് ചെയ്യാനുള്ള പ്ലാനാണ്. കാരണം അവന് ഭയങ്കര ആഗ്രഹമുണ്ട് വണ്ടിയിൽ എക്സോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവൻ്റെ ബഡ്ജറ്റ് നമ്മൾ നോക്കിയപ്പോൾ ഈ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും അവൻ പ്രിഫർ ചെയ്തു ഇങ്ങനെ ഇലക്ട്രോണിക് ചെയ്യാളിയാന്ന് അവൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് നോക്കിയ ശേഷം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വർക്ക് ഞങ്ങൾ എടുക്കും കേട്ടോ. ഈ ഇലക്ട്രോണിക് ചെയ്യാവുന്ന ആ ഒരു പരിപാടി നമ്മൾ എടുക്കും. അപ്പോൾ ഇവൻ്റെ വണ്ടിക്ക് ജുബാൻ്റെ വണ്ടിക്ക് നമുക്ക് ഇലക്ട്രോണിക്കിന് വർക്കാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ആ ATSൻ്റെ ഓയിൽ ഏകദേശം മാറി കഴിഞ്ഞാൽ ഓയിൽ ഡ്രെയിൻ ബോൾട്ടും കൂടെ തിരിച്ചിട്ട് ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ AC ഫിൽറ്ററും കൂടെ മാറണം. പിന്നെ അതിനുശേഷം നമുക്കിതിൻ്റെ ഓയിൽ ഫിൽറ്ററും ഈ വണ്ടിയുടെ ഓയിൽ ഫിൽറ്ററും കൂടെ മാറിയാൽ ഇന്നത്തെ പരിപാടി ഇത്രയാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ ഓയിൽ ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം ജുബാൻ്റെ വണ്ടി കയറ്റി വർക്ക് നോക്കാമെന്നുള്ള പ്ലാനാണ്. കമല എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ചൂടല്ലേ? ഹോട്ടല്ലേ? ആ അപ്പോൾ ഈ വണ്ടിക്ക് ഓയിൽ ഫിൽറ്റർ, AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പിന്നെ സ്പാർക്ക് പ്ലഗ് മാറി. അപ്പോൾ ഈ പരിപാടിയാണുള്ളത്. അതിന് ഓയിൽ ഫിൽറ്റർ മാത്രമാണ് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ റീസെൻ്റ്ലി മാറിയതുള്ള വണ്ടിയിൽ. ഓ നിനക്ക് നിനക്കുള്ള ചെയ്തു തരാം. വെയിറ്റ്. ഇവരിപ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഇവരങ്ങ് പോവും. നീ ഇവിടെ ഒറ്റയ്ക്ക് കിട്ടും. വീത്തടി ശരതേ ഇതൊക്കെ വീത്തണം ഗൈസ്. ഓരോ തുള്ളിയും ന്യൂട്രൽ. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ലീക്കും കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ പറഞ്ഞത് പ്ലഗ്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഓയിൽ, AC ഫിൽറ്റർ, ഇത്രയും സാധനങ്ങൾ മാറി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ സെന്ന് ജാക്കിയിൽ കയറ്റിയിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്താണ്. ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓയിൽ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വണ്ടിക്ക് നമ്മൾ. പിന്നെ എൻജിൻ ഫ്ലഷും ചെയ്തു. ഓട്ടോമെക്ക് ലൗഡിൻ്റെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓട്ടോമെക്ക് ലൗഡാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. നമുക്കൊന്ന് ഇത് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഇറക്കി ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോ. ഇത് VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ ഇനി. കാരണം ഇത് ലോർ ചെയ്തപ്പോൾ ബോഡിയൊക്കെ നമ്മളെപ്പോലെ ലോർ ചെയ്തു. ഇതാണ് ഈ സൈഡ് പൊട്ടി കയറിയുള്ള പ്രശ്നം. ഇതാണ് റോൾ ചെയ്യുമ്പോൾ ഈ പൊട്ടിയുള്ള ഭാഗം പൊട്ടി വരും. പെയിൻറ്റ് മാത്രമാണെങ്കിൽ നൈസായിട്ട് മടങ്ങി വരും. ഇല്ല പൊട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടും കേട്ടോ. ഇതാണ് പൊട്ടി കയറിയുള്ള പ്രശ്നം. അപ്പോൾ ഈ ഒരു റിസ്ക് ഉണ്ടാവും. ബോഡി റോൾ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊട്ടി കയറിയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഇതിൻ്റെ ഓയിൽ മാറി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമെക്കിൻ്റെ ലൗഡിൻ്റെ ടൂൺ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ച് തരാം. യാസി ഒന്ന് കാലെടുത്ത്. ഇതാണ് ഓട്ടോമെക്കിൻ്റെ ലൗഡ് നോയ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ എയർ ശകലം കുറവുണ്ടായിരുന്നു. അപ്പോൾ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറുവഴി തന്നെ ആ റോഡിൽ താഴെ തന്നെ കേട്ടോ. ചങ്ങായി ടയേഴ്സ്.
ലാത്തല് മാറി. അപ്പോൾ നമ്മൾ മറ്റേ എക്സോസ്റ്റ് ഇളക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇവിടെ ഇളക്കാൻ നോക്കി നടന്നില്ല. കാരണം ഈ ബോൾട്ട് മൊത്തം തുരുമ്പിച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് നോക്കി അടിച്ചിളക്കാൻ നോക്കി നടക്കില്ല. കാരണം ഇത് പൂർണ്ണമായിട്ട് അതിൽ പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ റെസനേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇളക്കി. പക്ഷേ അത് ഇളക്കിക്കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എക്സോസ്റ്റ് ഈ ഒരു ഇരിക്കുന്ന ജാക്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വാൽട്രോണിക്ക് വെക്കാൻ ഉദ്ദേശിച്ചത് ഇവിടെയാണ്. അപ്പം ഞങ്ങൾ നൈസിന് ഇങ്ങോട്ട് വെച്ചു. ഇവിടെ വെച്ച് നിർത്തി തന്നെ വണ്ടി നിർത്തി തന്നെ ചെയ്യാനുള്ള പ്ലാനാണ്. ചേട്ടാ എൻ്റെ ക്ലാമ്പൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന സാധനം. അപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് അടിച്ച് ആ സാധനത്തോടെ പ്ലേറ്റ് അതിൽ വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചേട്ടൻ. അത് ഇതിൽ സെറ്റ് ചെയ്യുക, അത് പൈപ്പിലോട്ട് സെറ്റ് ചെയ്യുക, പിന്നെ ബാക്കി ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് ഓപ്പൺ. വാൽട്രോണിക് ആവും. എന്താവും നമുക്ക് സൗണ്ട് കണ്ടറിയാം. ഒന്നുകിൽ ജുബാവിൻ്റെ ഒരു എക്സോസ്റ്റ് എടുക്കേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ സെറ്റ് ചെയ്യാം. എന്ത് ജുബാവ് എൻ്റെ വണ്ടിയിൽ എക്സോസ്റ്റ് ഇല്ലല്ലേ, അല്ലെങ്കിൽ ഒരു തരാം. എൻ്റെ ഉണ്ടോ? ഞാൻ തരാടാ. എന്നാ ഞങ്ങളിവിടെ നിന്നപ്പോൾ പച്ച വിളിച്ചിട്ട് വന്നു. നമ്മളെ ഗ്രീൻ ലാറ്റ്, നമ്മളെ സ്വിഫ്റ്റ് എവിടെ പോയി? അവിടെ ഉണ്ട്. ആ കടയിൽ പോയി. അവൻ്റെ ബാക്ക് ഡിസ്ക് പേഡ് മാറാൻ വേണ്ടി വന്നു. ഇളക്കി നോക്കിയപ്പോൾ എൻ്റെ സിലിണ്ടർ മൊത്തം ജാമായിരുന്നു. ഞാൻ പിന്നെ ഒരു ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. തിരിച്ചിട്ട് നോക്കാം, ചിലപ്പോൾ പമ്പാവും. 50-50 ചാൻസ് ആണ്. സിലിണ്ടർ മാറണം. പിന്നെ എന്തായാലും ബാക്ക് ഡിസ്ക് പേഡ് ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഫ്രണ്ട് ഡിസ്ക് പേഡ് കൂടെ മാറണം. സിലിണ്ടർ സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ പമ്പ് ചെയ്തു കേട്ടോ. അതൊന്ന് ഇളക്കി ക്ലീൻ ചെയ്ത് ഇട്ടപ്പോൾ ഏകദേശം സെറ്റായി. ബ്രേക്ക് പോയാൽ എന്നെ പറയരുത്. അടുത്ത ഇനി ഫ്രണ്ട് ബ്രേക്ക് ഇളക്കിയത് എങ്ങനെയും പറയാം. പഴയ ഡിസ്ക് പേഡ് ഇതാണെന്ന്. പഴയ ഡിസ്ക് പേഡ് അല്ല, പുതിയത്. ഇത് ഇളക്കി മൊത്തം ഏകദേശം ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. മൊത്തം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടില്ല, ഒരു പരിധി വരെ. ഇവനായതുകൊണ്ട് അവനത് മതി എന്ന് പറഞ്ഞോണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സാധനം സെറ്റ് ചെയ്ത് എന്നാൽ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ പരിപാടി കാണുന്നു. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒന്ന് കറക്റ്റ് വെൽഡ് ചെയ്തതിന് ശേഷം ബാക്കി ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്താൽ മതി. ജുബാദ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പച്ച ഈ അലവല അത് ചുമ്മാ എന്നിട്ട് ആ കാണാൻ പറഞ്ഞ കേട്ടാന്ന് പറഞ്ഞ് വിളിച്ചെടുത്തി വണ്ടിയുടെ ബ്രാക്കിന്റെ വർക്കും ചെയ്യിച്ച്. അത് ദുബായ് സൗദിയിൽ നിന്ന് വരുത്തിയതാണ്. ഇത് ഓട്ട ഇത് ദുബായിൽ നിന്ന് ഇറങ്ങിയത്. ദുബായിൽ നിന്ന് ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഇനി അതിൻ്റെ വാൽട്രോണിക്കിൻ്റെ ആ ഒരു ബോർഡം പിടിച്ചിട്ടാനുള്ള ഒരു ക്ലാമ്പ് കൂടെ സെറ്റ് ചെയ്താൽ മതി. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ബാക്കി ഇത് സെറ്റ് ചെയ്യാനായിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മൾ എക്സോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാൽട്രോണിക്ക് ഒരു ത്രോട്ടിൽ ബോഡി എടുത്ത് അതിൻ്റെ കണക്ഷൻ നമ്മൾ ജസ്റ്റ് നൈസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്മൾ വാച്ച് ചെറുതായി പോയി. അത് ഇനിയിപ്പോൾ നാളെ കിട്ടുമല്ലോ, മറ്റന്നാളത്തേക്ക് അത് മാറ്റി ചെയ്യണം. ബാക്കി ഇവിടം വരെ ഉള്ളതെല്ലാം ഓക്കെയാണ്. ഇത് നമുക്ക് ഇതാ പിടിച്ചിടാൻ കണക്കാക്കി ഇതാക്കിയിട്ടതാ ഇങ്ങനെ വലിക്കുക, ഇട്ട് കൊടുക്കുക. പരിപാടി ഇപ്പം ഓണാണ് എക്സോസ്റ്റ്. ഇതെങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഓഫ്. ഇതിങ്ങനെ ഇട്ടാൽ ഓണാ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിപ്പിച്ചു തരാം.
അപ്പോൾ ഇതിൻ്റെ എക്സോസിൻ്റെ പരിപാടി തീർത്തിട്ടുണ്ട്. ഈ കേട്ടോ ശബ്ദം നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. വാൽട്രോണിക്കാണ് ഞങ്ങൾ ചെയ്തത്, മറ്റേ ബഡ്ജറ്റ് റേഞ്ച് വാൽട്രോണിക്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വാൽട്രോണിക് ചെയ്യാനോ അല്ലെങ്കിൽ കാർ സംബന്ധമായ എന്ത് മെക്കാനിക്സ് ആയാലും കസ്റ്റമർ വർക്ക് ആയാലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ട്രൈബ് ജി ഓട്ടോമോട്ടീവ് എന്നാണ് പേര്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഗായ്സ് ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വാൽട്രോണിക് ആവട്ടെ, ലോറിങ് ആവട്ടെ, റോളിംഗ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇതുകൊണ്ട് ബൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ഗായ്സ്, ടേക്ക് കെയർ.